ഇപ്പം ഇപ്പൊ പറഞ്ഞു ഒരു ക്യാമറമാൻ നല്ലൊരു ക്യാമറമാൻ കൂടി ആയിരിക്കണം ആക്ഷൻ ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പഠിച്ചെടുക്കുമ്പോൾ അത് എത്രത്തോളം ടാസ്ക് ആയിരുന്നു ശരിക്കും. നമ്മുടെ ഫിസിക്കലി ഉള്ള ഒരു ഇത് മാത്രം പോരല്ലോ. സ്റ്റണ്ട്മാൻ അല്ലേ ആദ്യം ആയത്? അതെ അതെ അതെ. അതായത് ഇപ്പൊ ഒരു സ്റ്റണ്ട്മാൻ ആയി കഴിഞ്ഞ പുള്ളിക്ക് ഇപ്പൊ നമ്മൾ പറയുന്ന ഷോട്ട്സ്, അതായത് ഇപ്പൊ റിസ്ക് ഷോട്ട്, ഇപ്പൊ ഏതാ ഇങ്ങനെ വീഴണം, അതൊക്കെയാണ് സ്റ്റണ്ട്മാന്റെ ജോലി. ഇങ്ങനെ വീഴണം, അല്ലെങ്കിൽ ഫൈറ്റിൽ എങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യണം, ഇതൊക്കെയാണ് സ്റ്റണ്ട്മാന്റെ ജോലികൾ വരുന്നത്. നമ്മൾ കൊറിയോഗ്രാഫി ആദ്യം പഠിക്കും. ഒരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആക്ഷൻ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ആദ്യം പഠിക്കും. പിന്നെ ഈ ആക്ഷൻ എങ്ങനെയാണ് ഒരു ഷോർട്ട് ബേസിൽ നമുക്ക് എഡിറ്റിംഗ് മൈൻഡും ഒരു സ്റ്റണ്ട് ഡയറക്ടർക്ക് മസ്റ്റ് ആയിട്ടും വേണം. ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ ഔട്ട്, ഇത് എന്ത് രീതിയിലുള്ള ഫൈറ്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം അത് എല്ലാം ഗ്രാജുവലി പറ്റുന്നു. ഇപ്പൊ ഓരോ പടം നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇപ്പോൾ ഇത്രയും പടം ചെയ്താലും നാളത്തെ പടം വളരെ ടാസ്ക് ആയിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ രീതിയിലുള്ള ഷോർട്ട് ഡിവിഷൻ, എഡിറ്റിംഗ് മൈൻഡ്, ഫിസിക്കലായിട്ടുള്ള ഈ പറഞ്ഞ പോലുള്ള എല്ലാ സ്റ്റണ്ടിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ഓരോ ആക്ഷൻ ഡയറക്ടർ അറിയണം. ഷോർട്ട് അറിഞ്ഞിരിക്കണം, എഡിറ്റിംഗ് അറിഞ്ഞിരിക്കണം, ഇതെല്ലാം അറിയണം. എന്നാലാണ് സ്റ്റണ്ട് ഡയറക്ടർ ആവാൻ നമുക്ക് മൊത്തത്തിൽ. എന്നാൽ കൂടിയിട്ട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് പിന്നീടും പുതിയ പുതിയ ചലഞ്ചുകളായിരിക്കും വന്നുകൊണ്ടിരിക്കുക. ആക്ഷൻ ഡയറക്ടർ എല്ലാം അറിഞ്ഞിരിക്കണം, സ്റ്റണ്ടും അറിയണം, ഡയറക്ഷൻ അറിയണം, എഡിറ്റിംഗിന്റെ എങ്ങനെയായിരിക്കും ഔട്ട് നമ്മൾ ഓൾറെഡി വിഷ്വലൈസ് ചെയ്യണം. വിഷ്വലൈസ് ചെയ്താലാണ് അതിന്റെ ഔട്ട് നമുക്ക് മനസ്സിലാക്കുക. അല്ലാതെ നമുക്ക് അവിടെ ഇവിടെ ക്യാമറ വെച്ചിട്ട് നമുക്ക് പിന്നെ എടുത്ത് പിന്നെ എല്ലാം നമ്മൾ എഡിറ്റിംഗ് മൈൻഡ് ചെയ്യുന്നത് ഓൾറെഡി വിഷ്വൽ ഉണ്ടായിരിക്കണം.